അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞങ്ങളിവിടെ പത്താങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടാണ്. അപ്പം റിസോർട്ട് എങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് റിസോർട്ടിലെ വിശേഷങ്ങളൊന്നും നോക്കിയാലോ. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. എന്തായാലും ഇവിടുന്ന് പുറത്തുനിന്ന് കാണാനെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം ഉള്ളിലിനി എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കുറച്ച് ഔട്ട് ഓഫ് സിറ്റിയാണ്. ഇവിടെ വില്ലയുണ്ട്, റൂമുണ്ട്, അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഫുള്ള് മാവും ഒക്കെ ആയിട്ട് എന്തായാലും നല്ലൊരു കിടു ലൊക്കേഷനാണ്. അങ്ങനെ എൻട്രൻസിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയതേ ഉള്ളൂ കണ്ടോ. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡും രണ്ട് സൈഡിലും ഇങ്ങനെ വില്ലകളും ഒക്കെ ആയിട്ടാണ് അവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഒരുപാട് നടക്കാനുണ്ട് ഉള്ളിൽ. റിസപ്ഷൻ നമ്മുടെ ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഉള്ളിൽ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നടക്കുമ്പോൾ കാണുന്ന വ്യൂ ഒക്കെയാണ് ഇത് കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ വില്ലകൾ കണ്ടോ. എല്ലാം നല്ല കിടു സെറ്റപ്പാണ്. ഞങ്ങളിങ്ങനെ ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. എന്തായാലും ഇവിടെയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് സീസണും കൂടെ ആയതുകൊണ്ട് ഡെക്കറേഷനും എല്ലാം കൊള്ളാം കണ്ടോ. സംഭവം പൊളിയാണ് എന്തായാലും. അതുപോലെ ഇതിനകത്ത് 2 സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ വലിയ സ്വിമ്മിംഗ് പൂളാണ്. അങ്ങനെ ഏതായാലും ഞങ്ങൾ റിസപ്ഷനിൽ ചെന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അവിടുന്ന് ഞങ്ങൾ എടുത്ത റൂമിലോട്ട് പോവുകയാണ്. ഞങ്ങളൊരു റൂമാണ് എടുത്തിരുന്നത് താഴെ തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട്. നല്ല എന്താ പറയുക, ചെറിയ ചെറിയ വീടുകൾ പോലെ ഒരു ടൈപ്പാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 102 ആണ് നമ്മുടെ റൂം നമ്പർ. ഞങ്ങളിതാ റൂമിൻ്റെ അകത്തോട്ട് കയറി. സംഭവം കാണാൻ അടിപൊളിയാണ്. ഇവിടെയുണ്ട് 2 ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു റൂമിൽ തന്നെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കിടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതാണ്. റൂമിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം സംഭവം സെറ്റാണ്. ബാത്റൂമും കൊള്ളാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾ എടുത്തതിനേക്കാൾ നമുക്കൊരു വ്യത്യാസമായിട്ട് ഇതിനകത്ത് തോന്നി. ഇതിനകത്തൊരു ടൂത്ത് ബ്രഷോ പേസ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇടാൻ സ്ലിപ്പറില്ല റൂമിൽ. സംഭവം സ്മോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. ഒരു ഷർട്ട് തൂക്കാൻ നോക്കുമ്പോൾ അലമാരിലൊരു ആങ്കറില്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞ് അവരതൊക്കെ തന്നു. ഇതാണ് അതിൻ്റെ ബാക്ക് ലുക്ക്. ഇതാണ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ എന്താ പറയുക ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എല്ലാം ചെക്കിനൊക്കെ കഴിഞ്ഞ് മൊത്തം ഇതിലൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചു. ഇതുണ്ടോ ബാക്കിൽ തന്നെ ബീച്ചും കാര്യങ്ങളൊക്കെയാണുള്ളത് സംഭവം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഇവിടെ രാത്രി വ്യൂ ഒക്കെ സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇറങ്ങണമെങ്കിൽ വാടകയ്ക്ക് സൈക്കിൾ കിട്ടും. സൈക്കിളൊക്കെ ഇവിടെ വാടകയ്ക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് നമുക്ക് ഇതിലൂടെ കറങ്ങാനാണെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു കിടു സ്ഥലമാണ്. എന്തായാലും റൂമൊക്കെ വലിയ റൂമാണ്, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ പോകാനായിട്ട് ഇവരുടെ തന്നെ വണ്ടികളുണ്ട്, അതിൽ കയറി പോവാം. പിന്നെ പുറത്ത് ബീച്ചിൽ സ്ലൈഡിങ് ചെയ്യാനായിട്ടുള്ള ഈ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് പോയി ചാടാനും ഒക്കെ ആയിട്ട് പറ്റും. ഇതിലും നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് പോകാം. ഇതും എന്തായാലും സംഭവമാണ് കേട്ടോ. ഒത്തിരി മോളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. സൂപ്പറാണ്, ഒന്ന് കണ്ടു നോക്കി നോക്കണേ. കണ്ടോ എല്ലാം ഉഷാറ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഒരു നൈറ്റ് ഫുള്ള് അവിടെ എൻജോയ് ചെയ്ത് നൈറ്റും ഡേയും ഒക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം ആർക്കിനൊക്കെ താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ തിരിച്ചു പോവാം. അപ്പം അടുത്ത ഒരു വെക്കേഷൻ വീഡിയോയുമായി വരുന്നോടം വരെ എല്ലാവർക്കും ബൈ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മനിലയിൽ എത്തി. മനിലയിലെ എയർപോർട്ടിലെ തിരക്കാണ് ഈ കാണുന്നത്. ക്രിസ്മസ് ടൈമാണ്, സൂപ്പർ തിരക്കാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ബൈ.